നോക്കൂ സഹോദരന്മാരെ, ഇത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ്. സത്യം പറയും. വിദേഹത്തിൻ്റെ ആളുകളാണെങ്കിലും സത്യം പറയും ചിലപ്പോൾ. അതങ്ങനെയാണ് നമ്മൾ ഇന്നാൾ പറഞ്ഞിരുന്നത്. കളവ് പറയുന്നവർക്ക് പോലും തികട്ടി വരുന്നൊരു സാധനമാണ് സത്യം. സത്യം എന്ന് പറഞ്ഞാൽ ത്വബഅാണ്, മനുഷ്യൻ്റെ പ്രകൃതിയിൽ ഉള്ളൊരു സംഗതിയാണ്. മനുഷ്യൻ്റെ മാത്രമല്ല, ജന്തുക്കളുടെ പോലും പ്രകൃതിയിൽ സത്യസന്ധതയാണ്. സത്യത്തിന് വിരുദ്ധം പറയുമ്പോഴാണ് നമ്മൾ അഭിനയിക്കേണ്ടി വരുന്നത്. അപ്പോൾ ബിദ്അത്ത് അഭിനയമാണെങ്കിൽ സുന്നത്ത് പ്രകൃതിയാണ്. ആ പ്രകൃതി ഇങ്ങനെ തകട്ടി വരും. ബർത്ത്ഡേ കഴിക്കാൻ പറഞ്ഞിട്ടില്ല, ഞമ്മക്കാർക്കും മൂപ്പരെന്നെ പറയാം, ഞമ്മക്കാർക്കും ഒരു മുസ്ലിമിന് സംശയം ഉണ്ടാവില്ലല്ലോ. അള്ളാഹിൻ്റെ റസൂൽ കാണിച്ചു തന്നിട്ടില്ലാത്തൊരു വഴി ശരിയായ വഴിയല്ല എന്നുള്ളത് വിശ്വസിക്കുന്നവനല്ലേ മുഹമ്മദ് റസൂൽ എന്ന് പറയുള്ളൂ. അപ്പോൾ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ തെളിവും പറഞ്ഞു. അതേ സ്ഥാനത്ത് നിന്റെ മോന്റെ ബർത്ത്ഡേ നീ നടത്തും. ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്താൽ തെറ്റാന്നല്ല, അതടക്കം ചെയ്യുന്ന നിങ്ങൾ നബിതങ്ങളെ ബർത്ത്ഡേ എന്തുകൊണ്ട് പറ്റില്ല? ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള കുറെ സ്റ്റേറ്റുകളിൽ വെച്ച് നോക്കുമ്പോൾ അവിടൊക്കെ മൗലിദ് പരിപാടി നന്നായി നടക്കുന്നു. ഇനി ഇന്ത്യ രാജ്യത്തിന്റെ പുറത്തും അങ്ങനെ തന്നെ. വിദേശ രാജ്യങ്ങളെ നോക്കുമ്പോ മൗലിദ് നടക്കാത്ത ഒറ്റ രാജ്യമില്ല. നദവത്തുൽ മുജാഹിദീൻ ഉൾക്കൊള്ളുന്ന ആശയത്തിന്റെ ആളുകളാണ് ഇസ്ലാം അവതരിച്ച രാജ്യമായ മക്കയും മദീനക്ക് ഉൾക്കൊള്ളിക്കുന്ന സൗദി അറേബ്യ. ആ സൗദി അറേബ്യ ഞങ്ങളുടെ നിയമം അനുസരിച്ച് ഭരണം നടത്തുന്ന രാജ്യമാണെന്ന് ഇവിടുത്തെ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ അവകാശപ്പെടാറുണ്ട്. എന്നാൽ ആ സൗദി അറേബ്യയിൽ മക്കയിലും മദീനയിലും തന്നെ മൗലിദിന്റെ പരിപാടി നടക്കുന്ന എത്രയോ സദസ്സിൽ വിനീതനായി ഞാൻ തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. ജിദ്ദയിലും മക്കത്തും മദീനയിലും. ഇനി അതിന്റെ പുറമെ റിയാദ്, അവരുടെ സാക്ഷാത് സ്ഥലമാണ് റിയാദ്. റിയാദിൽ നടക്കും. ദമാമിലാണെങ്കിൽ പറയേണ്ടതില്ല. നിങ്ങൾ നോക്കൂ, ലോകാടിസ്ഥാനത്തിൽ യൂറോപ്പ് കൺട്രി മുഴുവൻ ഇവിടെ ലോകത്ത് അസമാധാനം ഉണ്ടാക്കുന്നത്, ഇവിടെയുള്ള ചാവേർ ആക്രമണങ്ങളും പ്രവർത്തനം നടത്തുന്നത് ഇതെല്ലാം ഈ സലഫികളാണ്. അവരാണ് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് സലഫിസം ഒരിക്കലും അതിന് പച്ച പിടിക്കാൻ കൊടുക്കാൻ പാടില്ല എന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇപ്പോ സൗദി അറേബ്യയിൽ രാജാവ് തന്നെ ഉത്തരവിട്ടു, ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ആളുകൾ വരുന്നു ഇങ്ങോട്ട്. അവർക്ക് പല ഉദ്ദേശങ്ങളുണ്ടാവും. ആ ഉദ്ദേശങ്ങളായിട്ട് വരുമ്പോ അതിനെതിർ നിൽക്കാൻ പാടില്ല. കോട്ടക്കൽ സ്വദേശിയായ ഒരാൾ, അയാൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാ. അയാൾ പോയി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ നിങ്ങളെ കൂടെ പോന്ന് അവിടെയൊക്കെ വന്നത് ഞാൻ സുന്നിയായതുകൊണ്ട് പോന്നതല്ല. സുന്നികൾ ഈ പറയുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, കേരളത്തിന് പുറത്ത് എവിടെയില്ല. കേരളത്തിലെ മൊല്ലാക്കന്മാരും മുസ്ലിയാക്കന്മാരും ഉണ്ടാക്കിയതാണ് ഈ പരിപാടിയൊക്കെ എന്ന് നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ പറയുന്നത് അത് ശരിയാണോ അല്ലേന്നോ അറിയാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. പോന്നപ്പോ ഒരുപാട് സ്ഥലം നമ്മൾ പോയില്ലേ. അപ്പൊ ഞങ്ങൾ ആ പോക്കിൽ ഇറാഖിലും അതുപോലെ തന്നെ തുർക്കിയിലും
അതേപോലെ തന്നെ മൊറോക്കോ, അവസാനം സ്പെയിനിലും ഇവിടെയൊക്കെ പോയി. ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, കേരളത്തിൽ നടക്കുന്ന മൗലിദൊക്കെ പേരിനേ ഉള്ളൂ. അവിടെ നടക്കുന്ന മൗലൂദ് ഗംഭീര മൗലിദ. അപ്പൊ മദീനത്ത് തന്നെ ഒരു മൗലിദിൽ ഞങ്ങളെ പങ്കെടുത്തു. റബീഉൽ അവ്വൽ 12 അന്ന് നബി തങ്ങൾ കിടക്കുന്ന റൗള ഷരീഫിന്റെ അവിടുന്ന് ഒന്ന് വിളിച്ചാൽ കേൾക്കണ ദൂരെയുള്ളൂ. ഔക്കാഫിന്റെ ഒരു കെട്ടിയുണ്ട് അവിടെ, അതിന്റെ 4ാമത്തെ ഫ്ലോർ. അപ്പൊ ആരും അറിയാതെ സ്വകാര്യത നടക്കണല്ല. റബീഉൽ അവ്വൽ 12 അന്ന് സുബൈ നിസ്കാരത്തിന്റെ മുമ്പ് നമ്മൾ നടത്തുന്നുണ്ട്. അവിടെ സുബൈ നിസ്കാരം കഴിഞ്ഞ പാട് മസ്ജിദുൻ നബവിന്ന് ആളുകളെല്ലാം അവിടെ എത്തി. 4ാമത്തെ ഫ്ലോർ നിറഞ്ഞു കവിഞ്ഞു. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട MA ഉസ്താദും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ആ പരിപാടിയിൽ പങ്കെടുത്തു. അപ്പൊ സുബ്ഹാനല്ലാഹ്, സുബഹി നിസ്കാരം കഴിഞ്ഞു തുടങ്ങിയ മൗലിദ് 9 മണി വരെ നടന്നു. നമ്മള് 2 ദിവസം ഓതും, പിന്നെ അസറക്ക് ഒരു വെയ്ത്ത് കൂടും. നമ്മളത് കഴിഞ്ഞു. അരമണിക്കൂർ കൊണ്ട് മൗലിദും പരിപാടിയും. അവിടുത്തെ മൗലിദ് 9 മണി വരെ നീണ്ടു നിന്ന മൗലിദ. പിന്നെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. ചീരണേന്റെ ഇടയിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കുക. ചീരണം കൊടുക്കും, പിന്നെ കഹ്വിയും കൊടുക്കും. ഇതെല്ലാം ഗംഭീരമായി നമ്മുടെ മക്കയിലും മദീനയിലും നടക്കുന്ന സംഗതിയാണ്. അതിന് പോയൊക്കെ ഉണ്ട്. അവിടെ വല്ല പരിചയം വേണ്ട. ഇത് ഇങ്ങനെ ജോലിക്ക് മാത്രം പോയി ജോലി എടുത്ത് ഇങ്ങോട്ട് പോന്നാൽ പിന്നെ അതൊക്കെ കാണും. കേരളത്തിന് മാത്രമല്ലാതെ വേറൊരു രാജ്യത്തുമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഈ പറഞ്ഞ കോട്ടക്കാരൻ, ഞാൻ ഇതുവരെ മുജാഹിദിന്റെ ആശയമാണ് എൻ്റെ മനസ്സ്. കാരണം ഇതൊക്കെ കേരളത്തിലുള്ള തട്ടിപ്പാന്നാണ് ഞാൻ കരുതിയത്. ഇപ്പൊ നോക്കുമ്പോൾ ലോകത്ത് മുഴുവൻ ഇതാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നബിത്തങ്ങളുടെ മേലൊരു മൗലിദ് ഓതാൻ പണമില്ല എന്ന് പറയുന്ന മനുഷ്യനല്ല, ഹംകാണത്. അല്ലാഹു തആല അവരെ മേലും ചില ശിക്ഷ ഇറക്കും ചിലപ്പോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവിടെ നടത്തിയുന്ന മൗലിദുകൾ എത്ര സജീവ മൗലിദായിരുന്നു. കഴിയുന്ന ആളുകളൊക്കെ അവനാൽ കഴിയും വിധം തോനാളെ കൂട്ടാൻ കഴിയോ അങ്ങനെ ആവട്ടെ. ഒരു 2 ആളെ കൂട്ടിയിട്ട് ചെലവിന് എന്നാണ്ട് കൂട്ടാളുണ്ടല്ല, അവനെ കൊണ്ടെങ്കിലും ആവുന്ന മൗലിദ് നടത്തിയാൽ അൽഹംദുലില്ലാഹ് അവൻ അത്ര കഴിയുള്ളൂ. അങ്ങനെ ആയില്ലേ? ഇതങ്ങനത്തെ ഒരു സംഗതിയുമില്ല. ഇത് നബി തങ്ങൾ ജനിച്ച മാസമാണെന്ന ഒരു ഓർമ്മയുമില്ലാതെ മറ്റുള്ള എല്ലാത്തിനും പണം ചെലവാണ്. ഞാൻ ഇതിന്റെ പുറമെ ഇപ്പോ സർവ ആളുകൾക്കും വലിയൊരു സംഗതിയാണ്. എന്താ? ജനിച്ച ബർത്ത്ഡേ കഴിക്കാൻ. നബി തങ്ങൾ ബർത്ത്ഡേ മാത്രം പറ്റില്ല, അല്ലാത്ത ബർത്ത്ഡേ ഇതിന് മൗലിദ് നമ്മൾ പറയാ, മീലാദുന്നെ അത് പറ്റൂല. അത് സിക്ക, അത് കുഫ്ര, മുസ്ലിമീങ്ങൾക്ക് നടത്താൻ പാടില്ല. അതേ സ്ഥാനത്ത് നിന്റെ മോന്റെ ബർത്ത്ഡേ നീ നടത്തും. അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് സംശയം വേണ്ട. ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഈ ബർത്ത്ഡേ കഴിക്കൽ ആചരിച്ചു പോകുന്നത്. ക്രിസ്ത്യാനികളെ ക്രിസ്തീയ പ്രവർത്തനമാണ്. ബർത്ത്ഡേ കഴിക്കാൻ ഏത് അലിമ പറഞ്ഞത്? ഷാഫിയിലോ ഹനഫിയിലോ ഹംബലിയിലോ മാലിക്കോ ഒരു മദ്ഹബിലും ബർത്ത്ഡേ കഴിക്കാൻ പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ നമുക്ക് റസൂലുള്ളാഹിനെ പോലെ നിഅമത്തായി വേറെ ആരുമില്ല. അങ്ങനെ നിഅമത്തായി കുറേശ്ശെ അതിന്റെ അംശം അനുസരിച്ചിരിക്കും. അള്ളാഹു നിഅമത്ത് കൊടുത്ത് അവരെ കൊണ്ട് നിഅമത്ത് തന്നതിലുണ്ട്.
അവരെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി നടത്തും. അങ്ങനെ നടത്താം എന്നല്ലാതെ എനിക്കൊരു കുട്ടിയായി ആ കുട്ടിയുടെ ബർത്ത്ഡേ എന്നൊരു സമ്പ്രദായം ദീനിയായിട്ടില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്താൽ തെറ്റാന്നല്ല, അതടക്കം ചെയ്യുന്ന നിങ്ങൾ നബിതങ്ങളെ ബർത്ത്ഡേ എന്തുകൊണ്ട് പറ്റില്ല? അത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അതിനെന്താ തെളിവ്? അതുകൊണ്ട് മുജാഹിദ് ജമാഅത്ത് പോലത്തെ പുത്തനാശയക്കാരെ കരുതിയിരിക്കണം. അവർ ദീനിനെ പൊളിച്ചു കളഞ്ഞവരാണ്, ഒരു സംശയവും വേണ്ട. ഈ കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മക്ക് പറഞ്ഞു എന്നുള്ളൂ. ദീർഘമായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല, ധാരാളം ആളുകൾ ഇനിയും പ്രസംഗിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹകൾ, കീർത്തനങ്ങൾ, അവിടുത്തെ ചരിത്രങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ജനങ്ങളെയും കുറെ മാറ്റങ്ങൾ വരൂലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് വേണം. നമ്മുടെ കുട്ടികളിൽ ഇത് ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മൾ ഉറപ്പുവരുത്തി കൊണ്ടുവരണം. അപ്പൊ ചെറുപ്പം മുതൽക്ക് തന്നെ അവർ ഇതൊക്കെ പരിശീലിപ്പിക്കണം.